സത്യയുടെ അമ്മ ഗ്രാമത്തിലെ പൊതുപ്രശ്നങ്ങളിലൊക്കെ ഇടപെടുന്ന ഒരു സ്ത്രീയായിരുന്നു. എന്നാൽ സത്യയ്ക്ക് അതത്ര ഇഷ്ടമായിരുന്നില്ല. അച്ഛന്റെയും അമ്മയുടെയും ഇഷ്ടപ്രകാരം അഗ്രികൾച്ചർ പഠിച്ചിരുന്ന സത്യയ്ക്കാകട്ടെ സിറ്റിയിൽ ഒരു ജോലി കിട്ടുന്നുണ്ട്. ജോലി സ്ഥലത്ത് വെച്ച് വിജി എന്നൊരു പെണ്ണുമായി സത്യ ഇഷ്ടത്തിലാവുന്നുണ്ട്. അവൾക്ക് അമ്മ മാത്രമാണുള്ളത്. അച്ഛൻ അവളെയും അമ്മയും ഉപേക്ഷിച്ചു പോയിരുന്നു. IAS ആവണമെന്നായിരുന്നു വിജിയുടെ ആഗ്രഹം. എന്നാൽ സത്യയുമായുള്ള പ്രണയത്തിനിടയിൽ തന്റെ ലക്ഷ്യത്തിൽ നിന്ന് താൻ പിന്മാറുന്നു എന്ന് തോന്നിയ വിജിയാകട്ടെ സത്യയോട് സംസാരിക്കുന്നതൊക്കെ കുറച്ച് പഠിത്തത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. സത്യയ്ക്ക് അവളെ നന്നായി മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു ദിവസം സത്യയുടെ അച്ഛനും അമ്മയും സിറ്റിയിലേക്ക് വന്നിരുന്നു. അവർ അന്ന് വിജിയെ കാണാനായി ഒരുപാട് നേരം വെയിറ്റ് ചെയ്തെങ്കിലും പഠിക്കുന്നത് കൊണ്ട് തന്നെ അവൾ സത്യയുടെ കോൾ ഒന്നും തന്നെ എടുത്തില്ല. ഒരുപാട് നേരം വെയിറ്റ് ചെയ്തിട്ട് അവന്റെ വീട്ടുകാർ തിരിച്ചുപോയി. പഠിത്തമൊക്കെ കഴിഞ്ഞ് ഫോൺ എടുത്ത് നോക്കിയ വിജയാകട്ടെ പെട്ടെന്ന് തന്നെ താഴേക്ക് ഇറങ്ങി വരുന്നുണ്ടെങ്കിലും സത്യ വലിയ ദേഷ്യത്തിലായിരുന്നു. ദേഷ്യം വന്ന സത്യ ആകട്ടെ നിന്റെ അച്ഛൻ നിന്നെയും അമ്മയും ഇട്ടിട്ട് പോയതിൽ തെറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അത് കേട്ട് സങ്കടം വന്ന വിജി അവിടുന്ന് പോകുന്നു. അടുത്ത ദിവസം എക്സാമിന് ഇരിക്കുമ്പോൾ അവൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്ത് അവൾക്ക് സ്ട്രെസ് ആവുകയും ബോധം കെട്ട് വീഴുകയും ചെയ്യുന്നുണ്ട്. കുറെ കഴിഞ്ഞ് അവൾ സത്യയെ വിളിച്ച് അവളുടെ അടുത്തേക്ക് വരാൻ പറയുന്നു. അവളുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് IAS ആവണമെന്നത്. അവനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രണയമായിരുന്നു അവന്റെ എല്ലാ അച്ചീവ്മെന്റും. അവൻ കൂടെ ഉള്ളിടത്തോളം തന്റെ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ പറ്റില്ലെന്ന് മനസ്സിലാക്കിയ അവളാകട്ടെ അവനോട് ബ്രേക്കപ്പ് പറയുന്നു. ഏറെ സങ്കടത്തോടെ അവനും അവിടുന്ന് പോകുന്നുണ്ട്. പിന്നീട് വിജി ഡൽഹിയിലേക്ക് പോകുന്നു. സത്യ ആകട്ടെ അവന്റെ അമ്മയുടെ കൂടെ നാട്ടിലെ ഓരോ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇറങ്ങിത്തിരിക്കുന്നു. മുഴുവനായി നശിപ്പിക്കപ്പെട്ട ഒരു തടാകം അവന്റെ നേതൃത്വത്തിൽ വൃത്തിയൊക്കെ ആക്കുന്നുണ്ട്. എന്നാൽ വിജി അവനെ നന്നായി മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അവളത് അമ്മയോട് പറയുന്നു. അവളുടെ അമ്മയാകട്ടെ സത്യയെ വന്ന് കാണുകയും അവളോട് വന്ന് സംസാരിക്കണമെന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അമ്മ പറഞ്ഞതനുസരിച്ച് സത്യ വിജയെ വന്ന് കാണുന്നു. കൂട്ടത്തിൽ അവളുടെ അച്ഛനെയും കൂട്ടിക്കൊണ്ടാണ് അവൻ അവിടെ വന്നത്. അവരെ വിട്ടുപോയതിന് അദ്ദേഹം അവളോട് മാപ്പ് ചോദിക്കുന്നു. അടുത്ത ദിവസം രാവിലെ അവൾ എക്സാം എഴുതാൻ പോകുന്നുണ്ട്. അന്ന് എക്സാമിന് രാജ്യത്ത് ആദ്യമായിട്ട് കംപ്ലീറ്റ് ആയി നശിപ്പിക്കപ്പെട്ട തടാകം വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാക്കിയ വ്യക്തിയുടെ പേര് ചോദിച്ചിരുന്നു. അത് സത്യയായിരുന്നു. ആ ഉത്തരം അവൾ ശരിയായി മാർക്ക് ചെയ്യുന്നത് കാണിച്ചുകൊണ്ട് സിനിമ അവസാനിക്കുന്നു.